ഒരാളും കൂടെ ഉണ്ടായിരുന്നു സാർ. തിരുമ്പി വന്നിർക്ക് മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ ചിരിപ്പൂരങ്ങളാൽ തിയേറ്ററുകളെയും പ്രേക്ഷക മനസ്സുകളെയും ബോക്സ് ഓഫീസിനെയും ഭരിച്ചിരുന്ന ആ സൂപ്പർ താരം വീണ്ടും തന്റെ സകല എനർജിയും സംഭരിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയാണ് എന്റെ ഷോ. ഇക്കുറി കഥ മാറും, അതുറപ്പ്. അതിന്റെ എല്ലാ പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് ഫുൾ ഫൺ ആൻഡ് മാസ് എന്റർടൈനർ ലെവൽ കീപ്പ് ചെയ്യുന്ന കിഡിലൻ ടീസർ ഒരുക്കി ഭാ ടീം എത്തിയിരിക്കുന്നത്. ദിലീപേട്ടന്റെ ഒരു വമ്പൻ വരവ് വരുന്നതിന്റെ സൂചനകളെല്ലാം ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏറെക്കാലമായി കാണാത്ത എന്നാൽ മലയാളി കാണാൻ ആഗ്രഹിച്ച റൺവേയിലും ഒക്കെ ഉണ്ടായിരുന്ന സ്വാഗും ചിരിയും ആ ഒരു മാസ് അപ്പിയറൻസും എല്ലാം സെക്കൻഡ്സുകൾക്കുള്ളിൽ മിന്നി മറച്ചുകൊണ്ടാണ് ടീസറിൽ ദിലീപേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത്. ഭയം, ഭക്തി, ബഹുമാനം. ചിത്രം ഒരു ടൈം ട്രാവൽ ചിത്രമാണെന്നൊക്കെ നേരത്തെ നിരവധി അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാൽ ആ വാർത്തകളൊക്കെ ഫാൻസിന്റെ കെട്ടുകഥകളാണെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ടീസർ കാണുമ്പോൾ ഇത് ടൈം ട്രാവൽ അല്ലെങ്കിലും ഒരു ഫാന്റസി എലമെന്റ്സ് നിരവധി ഇൻക്ലൂഡ് ചെയ്ത ഒരു പക്ക കോമഡി ആക്ഷൻ ചിത്രമാണെന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല നിരവധി ഷോട്ടുകളിൽ പല മാസ് സിനിമകളുടെയും റഫറൻസുകൾ പോലെ തോന്നിപ്പിക്കുന്ന ചില ഷോട്ടുകളും കാണുന്നുണ്ട്. പോക്കരിയിൽ വിജയ് ലാസ്റ്റ് ഓടി വരുന്നതും അതുപോലെ തന്നെ ലാലേട്ടന്റെ ആ കളർഫുൾ ഡാർക്ക് കളറുള്ള നരസിംഹം സ്റ്റൈൽ മുണ്ടും മടക്കി കുത്തിയുള്ള അടിയും പിന്നെ സ്ഥിരം ശൈലിയിൽ തെന്നിന്ത്യൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടു മറന്ന മാസ് ബിൽഡപ്പ് നൽകുന്ന ചില സീൻസുകളും അതുപോലത്തെ പക്ക മാസ് ആക്ഷൻ സീനുകളും. അതുകൊണ്ട് തന്നെ ചിത്രം ഒരു സ്പൂഫ് കോമഡി ആക്ഷൻ ചിത്രമാണോ എന്ന സംശയവും ഇല്ലാതില്ല. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൂപ്പർ താരം ലാലേട്ടന്റെ എക്സ്റ്റൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് ചിത്രത്തിലുണ്ടെന്ന് പലപ്പോഴായി അണിയറ പ്രവർത്തകരും ദിലീപേട്ടനും ലാലേട്ടനുമൊക്കെ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടീസറിൽ ഈ മുണ്ട് മടക്കി കുത്തി നിൽക്കുന്ന രംഗത്ത് ദിലീപേട്ടനാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ പശ്ചാത്തലത്തിൽ അഭിമുഖമായി ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതും ദിലീപേട്ടൻ തന്നെ അല്ലേ എന്നൊരു തോന്നലും തോന്നാതിരുന്നില്ല. അപ്പൊ ഒരുപക്ഷെ ഈ നടന്നു വരുന്നത് ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ? ഒരുപക്ഷെ ഇതായിരിക്കുമോ ലാലേട്ടൻ ഇൻട്രോ? എന്നാൽ ഒരു കാര്യം ഉറപ്പ്, തിയേറ്റർ നിന്ന് കത്തും. അങ്ങനെ സസ്പെൻസുകളും ത്രില്ലിംഗ് ആയ നിരവധി മൊമെന്റ്സുകളും നൽകി തന്നെയാണ് ടീസർ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നത്. ദിലീപേട്ടനൊപ്പം പ്രധാന കഥാപാത്രമായി വിനീത് ശ്രീനിവാസനും ചിത്രത്തിലുണ്ട്. മുകുന്ദനുണ്ണിയിലും തണ്ണീർമാത്തനിലും കുറുക്കനിലും ഒക്കെ കണ്ട വിനീത് ശ്രീനിവാസന്റെ മോസ്റ്റ് എനർജറ്റിക് വേർഷൻ ഒരുപക്ഷെ ഇക്കുറി വീണ്ടും കാണാൻ സാധിക്കും. അതും ദിലീപേട്ടനൊപ്പമുള്ള നിരവധി കോമ്പിനേഷൻ സീനുകളിൽ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ടീസറിലും തോന്നിയത്. ഒപ്പം ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ, റെഡിൻ കിങ്സ്ട്രീ, ദേവൻ, ബാലു വർഗീസ്, അശോകൻ, ബൈജു സന്തോഷ്, ശരണ്യ പൊന്മണ്ണം, മനീൻ പിള്ളരാജു, ഫഹീം സഫർ എന്നിങ്ങനെ വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. നടി നൂറിൻ ഷെറീഫും ഭർത്താവ് നടനുമായ ഫഹീം സഫറും ചേർന്നാണ് ചിത്രത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം നിർവഹിക്കുന്ന ഭാ ഓണം വിന്നറാകുമെന്ന് ഉറപ്പിക്കാം ഇപ്പോഴേ. ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മോളിവുഡിന്റെ ജനപ്രിയ നായകന്റെ ഒരു വമ്പൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റിനായി നമുക്ക് കാത്തിരിക്കാം. ഭായുടെ പുത്തൻ അപ്ഡേഷൻസിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.